ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കുറച്ച് അരി വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് അരി ഉറുമ്പ് കയറിയോടെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു അതെടുത്തൊന്ന് കഴുകി ഉണക്കി വെച്ചിരുന്നിട്ട് ഒന്ന് വറുത്ത് പൊടിച്ച് വൈകുന്നേരത്തെ സ്നാക്സിനായിട്ട് എടുക്കാമെന്ന് കരുതി. അങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ്. ഇത് വറുത്തെടുത്തപ്പോൾ ഈ പരുവത്തിലായി. ഇനി ഇത് പൊടിക്കണം. വറുത്ത് വെച്ച അരി നമ്മൾ ഈ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ശർക്കര പാനിയാണ്. അത് നമ്മൾ ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ശർക്കര പാനി ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് വെച്ചു. ഈ റേഷനരി പൊടിയെ ഉരുളകളാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച്, അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഇത് നമുക്ക് ഇതിലേക്ക് കിട്ടുന്നു വഴറ്റിയെടുക്കാം. മൂത്ത് വന്ന അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ നമുക്ക് പിന്നെ ഈ കുറച്ച് തിരിവ് വെച്ചേക്കുന്ന തേങ്ങ ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിക്കാം. ചെറുതായിട്ട് കളർ മാറി വന്ന തേങ്ങയിലേക്ക് പിന്നെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒഴിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിപ്പിക്കാം. വന്ന് ശർക്കര പാനിയിലേക്ക് ഈ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന അരി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒന്ന് സ്ലോയിൽ വെച്ചിട്ട് കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ പാത്രമായി പോയി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മാവും എല്ലാം നല്ല ചൂടായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊടിയെ നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഇതുപോലെ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. ചൂടോടുകൂടി തന്നെ ഉരുട്ടണം, എന്നാലേ അത് ഉരുണ്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇതങ്ങ് റേഷനരി അല്ലേ, അതങ്ങ് വിടർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ചൂടോടുകൂടി ഇങ്ങനെ നമുക്ക് ഉരുട്ടി വയ്ക്കാം. കണ്ടോ, ആ മാവിനെയെല്ലാം നമ്മൾ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് റേഷനരി എല്ലാവരും വീട്ടിലുണ്ടാവില്ല. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്, നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.